നമുക്ക് കുറച്ചുകൂടെ നാർക്കോട്ടിക്സ് ഡിപ്പാർട്ട്മെന്റിലെ അബ്ദുൽ സലാം കെ ഡിവൈഎസ്പി നമുക്ക് പരിചയപ്പെടാം. അസിസ്റ്റന്റ് കമ്മീഷണർ കൊച്ചി. അതുകൂടെ അപ്പൊ അദ്ദേഹത്തിനെ നമുക്ക് അറിയാം. ശരിക്കും അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ഒരു വലിയ സംഘത്തെ പിടികൂടിയിരുന്നു അല്ലേ? ഞങ്ങള് പോയിട്ടുള്ള വഴികളിലെല്ലാം ഈ ആളുകളുണ്ട്. നമ്മൾ ഇത്രയും കൂടുതൽ വിചാരിച്ചില്ല. അപ്പം അങ്ങയുടെ ഒരു അന്വേഷണത്തിൽ അങ്ങേക്ക് എന്താ മനസ്സിലായത്? കൊച്ചി സിറ്റിയിൽ ഓൾ ഓവർ കേരള ഓപ്പറേഷൻ ടി ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മാർച്ച് വരെ ഉണ്ട്. ഫെബ്രുവരി ലാസ്റ്റ് വീക്ക് തുടങ്ങിയാണ്. ഇപ്പോൾ ഓപ്പറേഷൻ ടി ആയിട്ടിന്റെ ഭാഗമായിട്ട് കൊച്ചി സിറ്റിയിൽ 800ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ കൊമേഴ്സ്യൽ പ്രായമാകാത്ത കുട്ടികളുണ്ടല്ലോ, അതൊരു പ്രശ്നമാണല്ലോ. പ്രായമാകാത്ത കുട്ടികളും ഉണ്ട്. അത്തരം കുട്ടികളെ നമുക്ക് കണ്ടെത്തി അവർക്ക് കൗൺസിലിംഗ് ഉണ്ട്. വിമുക്തി കൗൺസിലിംഗ് സെന്റർ ഉണ്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് എറണാകുളം കച്ചേരിപ്പടിക്ക് ഓഫീസിൽ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. ഡി അഡിക്ഷൻ സെന്റേഴ്സും ഉണ്ട് നമുക്ക്. അവർക്ക് ഡി അഡിക്ഷൻ സേവനം ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഈ MDMA-യുമായി വരുന്നത് പ്രത്യേകിച്ച് ക്യാമ്പസിലെ കുട്ടികളൊക്കെ ഇത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. കാര്യം നല്ല റെസ്പോൺസാണ് നമ്മുടെ ഈ യാത്രയ്ക്ക്. അത് കൂടുതൽ പ്രശ്നമായി എന്നുള്ളതാണ് ഈ റെസ്പോൺസ് വരുന്നത്. അത്ര റെസ്പോൺസ് വേണ്ടെന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. കാരണം നമ്മുടെ നാട്ടിൽ ഇത് പ്രചരിക്കാൻ പാടില്ല. ഇവർ MDMA വരുന്ന അപരിചിതരൊക്കെ ക്യാമ്പസിൽ കറങ്ങുന്നുണ്ടെന്നൊക്കെ ചില കോളേജുകളിൽ ചെന്ന് മനസ്സിലായി. അവരെടുക്കേണ്ട പ്രിക്കോഷൻ എന്തോ അങ്ങയുടെ അഭിപ്രായത്തിൽ? MDMA കൂടുതലും ബാംഗ്ലൂരിൽ നിന്നാണ് നമുക്ക് വരുന്നത്. 80% ബാംഗ്ലൂരിൽ നിന്ന് വരുന്നത്. പിന്നെ ഡൽഹിയിൽ നിന്ന് സംസ്ഥാനം അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട്, ഗോവയിൽ നിന്ന് വരുന്നുണ്ട്. കൂടുതൽ 80% ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ ചേട്ടന്മാർ തന്നെ അവിടെ പോയി ഇത് കൊണ്ടുവരുന്നല്ലേ? അതെ. MDMA കൂടുതലും മലയാളികളാണ് സപ്ലൈ ചെയ്യുന്നത്. കൂടുതലും ഇപ്പൊ കൊച്ചി സിറ്റിയിൽ ഈ അടുത്ത് ഈ നെറ്റ്വർക്ക് പൊളിക്കാൻ പറ്റിയിട്ടുണ്ടോ നമുക്ക് ഈ മലയാളികള്? മലയാളികൾ സോഴ്സ് ട്രേസ് ചെയ്ത് കഴിഞ്ഞ വർഷം നമ്മൾ ഒരു നൈജീരിയക്കാരനെ ചിതേര സാമുൽ അബുജി എന്ന് പറയും മരട് പോലീസ് സ്റ്റേഷനിൽ ഒരു നൈജീരിയക്കാരനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ വർഷം. നൈജീരിയക്കാരാണ് സപ്ലൈ ചെയ്യുന്നത് ഇവിടെ. കാരണം കൊച്ചി നഗരത്തിൽ ഇതിന്റെ വ്യാപനം വളരെ കൂടുതലാണ് എന്ന് പല ആൾക്കാരും പറയുന്നു. നിങ്ങളുടെ ഒരു നിരീക്ഷണം എങ്ങനെയായിരുന്നു? കൊച്ചി നഗരത്തില് ഉണ്ട്. കഞ്ചാവും ഈ അടുത്ത് കൂടിയിട്ടുണ്ട്. കുറെ ഒറീസക്കാരെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രെയിനുകളൊക്കെ ചെക്ക് ചെയ്ത് അന്യസംസ്ഥാനത്ത് നിന്ന് കൊണ്ട കുറെ ഒരു 60-ഓളം ഒറീസക്കാരും ബംഗാളികളൊക്കെ ജയിലിലാണ് ഇപ്പൊ. മനസ്സിലായി. ഈ അടുത്തിടയ്ക്ക് അങ്ങ് പിടിച്ച മേജർ പിടി ഏതായിരുന്നു? ഈ അടുത്ത് നമ്മൾ ഒരു 22 കിലോ പിടിച്ചിട്ടുണ്ടായിരുന്നു. പോളിടെക്നിക് റെയ്ഡ് ഉണ്ടായ കഞ്ചാവ് ഒറീസയിലെ പിടിച്ചിട്ടുണ്ടായിരുന്നു. 22 കിലോ പിടിച്ചിട്ടുണ്ടായി. അന്ന് തന്നെയാണ് പോളിടെക്നിക്കിൽ നമ്മൾ റെയ്ഡ് നടത്തി. അത് 2 കിലോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ SOG ടീമിന്റെ ഇതിൽ പിന്നെ കളമശ്ശേരി പോളിടെക്നിക് കോളേജ് കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ഹോസ്റ്റൽ പരിശോധിച്ചോ? വേറെ ഹോസ്റ്റൽ പരിശോധിച്ചു. സാറ്റിന്റെ പരിസരത്തുള്ള ഹോസ്റ്റലിൽ നമുക്ക് സ്മോൾ ക്വാണ്ടിറ്റി കേസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഈ ഹോസ്റ്റലുകളിൽ ഇത് ഉണ്ട് അല്ലെ? ഹോസ്റ്റലിലും ഉണ്ട്. അപ്പൊ ഇപ്പം പ്രിൻസിപ്പലിന്റെ പെർമിഷൻ നമ്മൾ കാത്തു നിൽക്കുന്നില്ലല്ലോ? ഇല്ല. നമ്മൾ നേരിട്ട് പോയി പരിശോധിക്കല്ലോ? അതെ. ഓക്കെ. അപ്പൊ എനിക്കൊന്ന് മുഖ്യമന്ത്രി നമ്മൾ നടത്തിയ അഭിമുഖത്തിൽ ഇങ്ങനെ തന്നെയാ പറയുന്നത്. ഇനി ഇപ്പൊ നമ്മൾ എല്ലാവരുടെയും പെർമിഷൻ വാങ്ങിച്ചിട്ട് ചെയ്യുക, നിങ്ങളുടെ കലാപരിപാടിയൊന്നും ഇല്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇല്ല. ഓക്കെ. അപ്പൊ നിങ്ങൾ ധീരമായിട്ട് മുന്നോട്ട് പോവുക. കാര്യം ഇത് കാരണം കേരളത്തിലെ ജനപിന്തുണ ഇപ്പൊ നമ്മുടെ പോലീസിനും നമ്മുടെ എക്സൈസിനും അതിശക്തമാണ്. നിങ്ങളിപ്പോ എന്ത് ചെയ്താലും ലൈസൻസാ. ആ രീതിയിൽ മുന്നോട്ട് പോവാ. അപ്പൊ ഞങ്ങളുടെ അതിശക്തമായ പിൻബലമുണ്ട്. ഞങ്ങൾ ഈ അല്ലെങ്കിൽ 39 ഡിഗ്രി ചൂട് ഉള്ളൂർ തൂക്കുവാലത്തെ കയറി ഞങ്ങള് മധ്യവരുത്ത പതിച്ച് എടുക്കുമ്പോൾ 39 ഡിഗ്രിയാ. തൊലിക്ക് എടുത്ത വരുന്ന പരിപാടിയാണല്ലോ. അപ്പൊ അത് ഞങ്ങളിത് വളരെ ഒരു കമ്മിറ്റ്മെന്റ് ആയിട്ട് എടുത്തിരിക്കുക. അപ്പൊ അങ്ങ് കൃത്യമായിട്ട് പോലീസ് മാക്സിമം എഫേർട്ട് എടുക്കുന്നുണ്ട്. നമ്മുടെ കഴിവിനെ പരമാവധി പോലീസ് അതിശക്തമായിട്ട് നീങ്ങുന്നുണ്ട്. ഇത്രയും പരിശോധനകൾ നിങ്ങൾ നടത്തുന്നുണ്ടല്ലോ. എങ്കിൽ ഇത്രയും സ്റ്റാഫൊക്കെ അല്ലേ ഉള്ളൂ. അപ്പൊ അതിനൊന്നും നമ്മൾ കുറച്ച് കാണുന്നില്ല. പക്ഷേ നമ്മൾ ഉറങ്ങാതിരുന്നാലും വേണ്ടിയില്ല, മറ്റുള്ളവർക്ക് ഉറങ്ങണം. അതുകൊണ്ട് നമ്മൾ ഓക്കെ. വളരെ സന്തോഷം. താങ്ക് യു. താങ്കളുടെ അഭിപ്രായം എങ്ങനെ ഈ കാര്യത്തില്? ഞാൻ പറയുന്നത് ഈ പോലീസിനെ അങ്ങ് ഊരി വിട്ടാൽ മതി. ഊരി വിട്ടേക്കോ? വിട്ടാല് നമ്മളെ ഇപ്പൊ ഞങ്ങൾ നടക്കുമ്പോ സാറേ, എനിക്കൊരു മോളുണ്ട്. ഇവിടെ കിടക്കുന്ന കളി കാരണം കൂത്താട്ടം രാവിലെ 6 മണിക്ക് ഞങ്ങള് റൊമാൻസ് അല്ല, പോലീസുകാരനെ ചോദ്യം ചെയ്യണം. ഞാൻ നമ്മൾ ഈ പോലീസിങ് അങ്ങനെ നടത്തിയ പോലീസുകാരെ തന്നെ ആൾക്കാരെ മടുക്കൂലേ? അവർക്ക് യഥാർത്ഥത്തിൽ ഇപ്പൊ ഒറ്റ പോയിന്റ് അജണ്ട. അതുകൊണ്ട് എന്താ സാർ ഇപ്പൊ ഇല്ല, ഇപ്പം ഒരു മാസത്തോളം കുട്ടികളില്ല. ഇപ്പൊ പോലീസിനെ സമയം അവർക്ക് പറ്റിയല്ല അങ്ങനെ ഇറങ്ങുന്നവർക്ക് അല്ലേ? താങ്കളുടെ പേരെന്താ? എന്റെ സജീവൻ. എന്റെ പേര് അജിത് കുമാർ. ഞാൻ പറയുന്നത് വെച്ചാൽ ചെറിയ ഗ്രാമം കണ്ടാൽ തന്നെ അവന് നല്ല ശിക്ഷ കൊടുക്കണം. അല്ല, അതിനെ പുറം കണ്ടോം കാണിക്കരുത്. ഇത് ചില മാറ്റങ്ങൾ വരുമെന്നാണ് പറയുന്നത്. ഇത് പണ്ട് ഇമ്പോർട്ടന്റ് ആയ കാര്യം അതാണ് സാറേ. അതായത് ഇവിടുത്തെ ഇവിടെയുള്ള ഈ ശിക്ഷ എന്നുള്ളൊരു ആ ഒരു അത് ഏറ്റവും ഇമ്പോർട്ടന്റ് അതാണ്. ഇതിന്റെ ഏറ്റവും മെയിൻ കാരണം ഒരു ശിക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും അലേർട്ടാവും. മനസ്സിലായില്ല? അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം. അത് ഞാൻ മനസ്സിലാക്കിയിരുന്നു. ഓക്കെ. അപ്പൊ വിജയ, എന്റെ പേര് ജോൺ മാമ്പിള്ളി, മജീഷ്യനാണ്. അതെ, ഞാൻ മയക്കുമരുന്നിനെതിരെ ശക്തമായിട്ട് ഞങ്ങള് ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ നടത്താറുണ്ട്. മാജിക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ്. ഓക്കെ, നല്ല കാര്യം. അപ്പൊ വാർത്ത കയറാൻ സമയമായി. അല്ലെങ്കിൽ നമ്മുടെ മാജിക്കിനെ കുറിച്ച് കൂടുതൽ അറിയാം. ഓക്കെ.